ഐഫോൺ 17 പ്രോ മാക്സ് വേഴ്സസ് S26 അൾട്ര. ആരാണ് ഇതിൽ രാജാവ്? സ്മാർട്ട് ഫോൺ ലോകത്തെ യഥാർത്ഥ രാജാവ് ആരാണെന്ന് കണ്ടെത്താനുള്ള സമയമാണിത്. നമുക്ക് സാധാരണ നമ്മൾ അധികം ആഴത്തിൽ ചർച്ച ചെയ്യാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാം. ചേസിസ് ആൻഡ് വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാസിയെക്കുറിച്ചും വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷനെക്കുറിച്ചുമാണ്. ആരാണ് ഇവിടെ രാജാവ്? അത് ഗാലക്സി S26 അൾട്ര തന്നെയാണ്. കുറഞ്ഞത് 15 ഗ്രാം എങ്കിലും ഭാരം കുറവുള്ള ഈ ഫോണിന് കനവും കുറവാണ്. വലിയതും ഭാരമേറിയതുമായ ഫോണുകൾ കൈകാര്യം ചെയ്യുമ്പോൾ S26 അൾട്ര വലിയൊരു ഡിസ്പ്ലേ തരുന്നതോടൊപ്പം തന്നെ കനം കുറഞ്ഞതും ഭാരം കുറഞ്ഞതുമായ സുഖകരമായ അനുഭവം നൽകുന്നു. ഇത്രയും വലിയൊരു സ്ക്രീൻ സൈസും ഇത്രയും അധികം കരുത്തും ഇത്രയും ഭാരം കുറവായി തോന്നുന്ന ഒരു ഫോണിൽ ഉൾക്കൊള്ളിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നത് അത്ഭുതകരം തന്നെയാണ്. നമ്മുടെ പഴയ ഭാരമേറിയ S22 അൾട്ര, S21 അല്ലെങ്കിൽ പഴയ നോട്ട് ഫോണുകളുമായൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഈ ഫോൺ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ഐഫോൺ കൂടുതൽ ഭാരമുള്ളതാണെങ്കിലും അതിൻ്റെ കോർണേഴ്സ് പിടിക്കാൻ കൂടുതൽ സുഖകരമാണ്. പക്ഷേ സ്ലിപ്പായി പോകാൻ ചാൻസസും ഉണ്ട്. വശങ്ങളിലുള്ള ഫ്ലാറ്റ് റെയിലുകൾ കാരണം S26 അൾട്രയേക്കാൾ കയ്യിൽ ഒതുങ്ങുന്നതായി ഇത് തോന്നില്ല. അതുകൊണ്ട് ചാസിയുടെയും വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ കാര്യത്തിൽ വിന്നർ ഗാലക്സി S26 അൾട്ര തന്നെയാണ്. S26 അൾട്രയുടെ ക്യാമറ ഭാഗം മേശപ്പുറത്ത് വെച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ വല്ലാതെ വോബിൾ ചെയ്യുന്നുണ്ട്. ഒരു കേസ് ഉപയോഗിച്ചാൽ ഇത് പരിഹരിക്കാം. എന്നാൽ ഐഫോണിൻ്റെ പിൻഭാഗം മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ തികച്ചും പരന്നിരിക്കുന്നു. അതുകൊണ്ട് ഡിസൈൻ്റെ കാര്യത്തിൽ അതാണ് കൂടുതൽ മികച്ചത്. ഡിസ്പ്ലേ ആൻഡ് ക്ലാരിറ്റി. ഇവ രണ്ടിലും യഥാർത്ഥ നേറ്റീവ് 10-ബിറ്റ് ഡിസ്പ്ലേ അല്ല ഉള്ളത്. ഇവ രണ്ടും FRC ഫ്രെയിം റേറ്റ് കൺട്രോൾ ഉള്ള 8-ബിറ്റ് ഡിസ്പ്ലേയിലാണ് പ്രവർത്തിക്കുന്നത്. അവ ചെയ്യുന്നത് 10-ബിറ്റ് കളർ സിമുലേറ്റ് ചെയ്യുകയാണ്. റെസൊല്യൂഷൻ. ഗാലക്സിയിൽ യഥാർത്ഥത്തിൽ 1440p ഡിസ്പ്ലേ ആണുള്ളത്. അതിനാൽ ഇതിന് പിക്സൽ ഡെൻസിറ്റി കൂടുതലാണ്. സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ വായിക്കാൻ കൂടുതൽ വ്യക്തതയുള്ള ടെക്സ്റ്റുകൾ ഈ ഫോൺ നൽകുന്നു. ആൻറ്റി റിഫ്ലക്ഷൻ. ഗാലക്സിയിലെ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് വളരെ ഉയർന്ന നിലവാരമുള്ളതാണ്. ഇന്നുള്ള ഫോണുകളിൽ വെച്ച് ഏറ്റവും മികച്ച ഒന്നാണിത്. പ്രൈവസി ഫീച്ചർ. ഇതിൽ വരുന്ന പ്രൈവസി ഡിസ്പ്ലേ ഓപ്ഷൻ വളരെ നൂതനമാണ്. എന്നിരുന്നാലും ദൈനംദിന ഉപയോഗത്തിൽ കളർ റീപ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ഐഫോണാണ് മികച്ചതെന്ന് പറയേണ്ടി വരും. കാരണം വ്യത്യസ്തമായ ആംഗിളുകളിൽ നോക്കുമ്പോൾ ഐഫോൺ കുറച്ചുകൂടി വ്യക്തമായി കാണാം. എങ്കിലും സാങ്കേതികമായി പറഞ്ഞാൽ S26 അൾട്ര തന്നെയാണ് ഈ വർഷത്തെ ഡിസ്പ്ലേയിലെ രാജാവ്. പെർഫോമൻസിൻ്റെ പീക്ക് പെർഫോമൻസ് S26 അൾട്രയ്ക്ക് തന്നെയാണ്. ഈ ഫോണിന് സാധാരണയായി മികച്ച മൾട്ടി കോർ സ്കോറുകൾ ലഭിക്കാറുണ്ട്. കനത്ത ഗ്രാഫിക്കൽ ജോലികൾ കൈകാര്യം ചെയ്യുമ്പോൾ ഗാലക്സി S26 അൾട്ര വളരെ മികച്ചതാണ്. ഇത് സ്പ്ലിറ്റ് സ്ക്രീൻ മൾട്ടി ടാസ്കിങ്ങും സാംസങ് ഡെക്സും നൽകുന്ന എന്ന് മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷനുകൾ നിർത്തിവെക്കാനും ഇത് കൂടുതൽ മികച്ചതാണ്. എന്നാൽ സിംഗിൾ കോർ കാര്യക്ഷമതയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഐഫോൺ ആണ് മുന്നിൽ. എങ്കിലും നിലവിലെ iOS 26-ലെ ആനിമേഷനുകൾ ചിലപ്പോൾ ചെറുതായി തടസ്സപ്പെടുന്നതായും പേജുകൾക്കിടയിൽ മാറുമ്പോൾ അല്പം വേഗത കുറവുള്ളതായും അനുഭവിക്കപ്പെടാറുണ്ട്. ഐഫോണുമായി താരതമ്യം ചെയ്യുമ്പോൾ S26 അൾട്ര വളരെ സുഗമമായി യഥാർത്ഥ 120Hz പ്രവർത്തിക്കുന്നു. റാം മാനേജ്മെൻറ്റ് ആൻഡ് ബയോമെട്രിക്സ്. ഈ രണ്ട് ഫോണുകളിലും 12GB റാം ആണുള്ളത്. വലിയൊരു വ്യത്യാസം അനുഭവപ്പെടുന്നില്ല. എങ്കിലും 16GB റാമുള്ള 1TB പതിപ്പാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ S26 അൾട്ര തന്നെയാണ് മികച്ചത്. ബാറ്ററി സംരക്ഷിക്കുന്നതിനായി ഐഫോൺ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആപ്പുകൾ ക്ലോസ് ചെയ്ത് കളയുമ്പോൾ സാംസങ് ആപ്പുകൾ എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ സജീവമായി നിലനിർത്തുന്നു. ബയോമെട്രിക്സ്. ബാങ്കിംഗ് ആപ്പുകളിലും മറ്റും ഫേസ് ID ഉപയോഗിക്കാൻ ഐഫോൺ വളരെ സൗകര്യപ്രദമാണ്. എന്നാൽ S26 അൾട്രയിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റും ഫേസ് അൺലോക്ക് ഉൾപ്പെടെ കൂടുതൽ അൺലോക്കിംഗ് ഓപ്ഷനുകൾ ഉണ്ട്. ഫോട്ടോ കാണിച്ച് ഇതിനെ പറ്റിക്കാൻ കഴിയില്ല എന്നതും ഇതിൻ്റെ വേഗതയും കണക്കിലെടുക്കുമ്പോൾ S26 അൾട്ര തന്നെയാണ് ഇതിൽ മുന്നിൽ. മൾട്ടി ടാസ്കിംഗ്. സാംസങ് ഐഫോണിനെ പൂർണ്ണമായും മറികടക്കുന്നത് ഒരു കാര്യം മൾട്ടി ടാസ്കിംഗ് ആണ്. ഡെക്സ് മോഡ്. USB-C വഴി ഒരു മോണിറ്ററിലേക്ക് ബന്ധിപ്പിക്കുമ്പോൾ ഇത് ഡെക്സ് മോഡിലേക്ക് മാറുകയും ഒരു കമ്പ്യൂട്ടർ പോലെ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. സ്പ്ലിറ്റ് സ്ക്രീൻ. ഐഫോൺ 2027-ൽ പോലും സ്പ്ലിറ്റ് സ്ക്രീൻ ഫീച്ചർ നൽകിയിട്ടില്ല. ആപ്പുകൾക്കിടയിൽ നിരന്തരം മാറേണ്ടി വരുന്നത്
ഐഫോണിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ S26 Ultra ഒപ്പമെത്താൻ ഐഫോണിന് കഴിയില്ല. കൂടുതൽ കാലം ബാറ്ററി മാറ്റിവെക്കേണ്ടി വരാതെ ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഗാലക്സിയിലാണ്. ഇതിന് 1200 ചാർജിംഗ് സൈക്കിളുകൾ വരെ ബാറ്ററി ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. ചാർജിംഗ് സ്പീഡ് S26 Ultra ഫോണിനേക്കാൾ 20 മുതൽ 30 മിനിറ്റ് വരെ വേഗത്തിൽ ചാർജ് ചെയ്യാം. ബാറ്ററി ലൈഫ് എങ്കിലും ചാർജ് കൂടുതൽ സമയം നിലനിൽക്കുന്നത് ഐഫോണിലാണ്. ഐഫോണിൽ എനിക്ക് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ കൂടുതൽ ബാറ്ററി ലഭിക്കാറുണ്ട്. ആക്ഷൻ ബട്ടൺ വേഴ്സസ് S Pen. ക്രിയേറ്റീവായി ജോലി ചെയ്യുന്നവർക്ക് S Pen വളരെ മികച്ചൊരു ഉപകരണം തന്നെയാണ്. എങ്കിലും ഭൂരിഭാഗം ആളുകൾക്കും ഇഷ്ടാനുസരണം മാറ്റാൻ സാധിക്കുന്ന ഐഫോണിലെ ആക്ഷൻ ബട്ടൺ ആയിരിക്കും കൂടുതൽ ഉപകാരപ്പെടുക. സിഗ്നൽ ശക്തമായ 5G കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ വിജയ് S26 Ultra തന്നെയാണ്. ക്യാമറ S26 Ultraയിൽ മികച്ച 8K ഫീച്ചറുകളും കൂടുതൽ ദൂരത്തേക്ക് സൂം ചെയ്യാനുള്ള ശേഷിയും ഉണ്ടെങ്കിലും ഐഫോണിൽ തന്നെയാണ് മികച്ച ക്യാമറയുള്ളതെന്ന് ഞാൻ കരുതുന്നു. ഇത് ഫോട്ടോകളുടെയും പ്രിവ്യൂ കൂടുതൽ നന്നായി കാണിക്കുന്നു. ഒപ്പം സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും മികച്ച ചിത്രങ്ങൾ സുഗമമായി വീഡിയോകളും നൽകും. ദൂരെയുള്ള കാര്യങ്ങൾ പകർത്തുവാൻ സാംസങ് മികച്ചതാണെങ്കിലും സാധാരണ ഉപയോഗത്തിന് ഐഫോൺ ക്യാമറ തന്നെയാണ് എപ്പോഴും മുന്നിൽ. ഇക്കോസിസ്റ്റം ആപ്പിളിൻ്റെ മാക്ബുക്ക്, ഐപാഡ്, ഐഫോൺ എന്നിവയെല്ലാം ഒരേ ചിപ്പുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അവ തമ്മിൽ എളുപ്പത്തിൽ ബന്ധിപ്പിക്കാനും സാംസങ്ങിലേക്ക് വരുമ്പോൾ വിൻഡോസ്, ആൻഡ്രോയിഡ്, വെയർ OS എന്നിങ്ങനെ പല സിസ്റ്റങ്ങളുമായി ബന്ധപ്പെടേണ്ടി വരുന്നു. വൈവിധ്യമാർന്ന ഫീച്ചറുകൾക്ക് സാംസങ് മികച്ചതാണെങ്കിലും ഉപയോഗിക്കാൻ എളുപ്പം ആപ്പിളിൻ്റെ ഇക്കോസിസ്റ്റം തന്നെയാണ്. ഫൈനൽ വേർഡിക്റ്റ് സാങ്കേതികമായി പറഞ്ഞാൽ S26 Ultra തന്നെയാണ് ഈ വർഷത്തെ യഥാർത്ഥ രാജാവ്. വ്യക്തിപരമായി എനിക്ക് iPhone 17 Pro Max ഉപയോഗിക്കാനാണ് കൂടുതൽ ഇഷ്ടമെങ്കിലും സ്പെസിഫിക്കേഷനുകളുടെയും ഫീച്ചറുകളുടെയും കാര്യത്തിൽ S26 Ultra അല്പം മുന്നിലാണ്. എങ്കിലും സാംസങ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ മടിക്കുന്നു എന്നൊരു പോരായ്മയുണ്ട്. അവർ ഈ രീതിയിൽ തന്നെ തുടർന്നാൽ വരാനിരിക്കുന്ന iPhone 18 Pro Max ഈ ഫോണിനെ മറികടക്കുമെന്ന് തീർച്ചയാണ്. അപ്പോൾ ഈ ഫോണുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.